നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ സംസ്ഥാന സർക്കാരിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിനുമെതിരെ കടുത്ത വിമർശനവുമായി പന്ന്യൻ രവീന്ദ്രന്റെ മകൻ രൂപേഷ്. തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വിതറിയെറിയുന്ന ധാന്യമണികളിലോ പണക്കിഴികളിലോ കുരുങ്ങിക്കിടക്കുന്നവരല്ല സാധാരണക്കാർ എന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ രൂപേഷ് പറയുന്നു. ആകാശ ഗോപുരങ്ങളിൽ അന്തിയുറങ്ങി അധികാരത്തിന്റെ ബീക്കൺ ലൈറ്റിട്ട് അകമ്പടിക്കാരെ കൂട്ടി കുതിച്ചു പായുന്ന മഹാരാജാക്കന്മാർ വാഴുന്ന രാജസദസ്സായി മാറുമ്പോൾ ഉയരുന്ന തേങ്ങലുകൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കാലം ഇനിയും കാത്തിരിക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം പരോക്ഷമായി രൂപേഷ് വിമർശിക്കുന്നു. കയ്യൂരും കരിവെള്ളൂരും പുന്നപ്രയും വയലാറും കണ്ടനാളങ്ങളിൽ ഏറ്റുവിളിച്ചതുകൊണ്ട് ആരും കമ്മ്യൂണിസ്റ്റ് ആകില്ല. ഭരണത്തിലേറാനായി കമ്മ്യൂണിസ്റ്റ് ആകുന്നവരല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ ആർക്കും വേണ്ട എന്ന് തിരിച്ചറിവുണ്ടെങ്കിലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറാനുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആകട്ടെ ഈ തോൽവിയെന്ന് വെറുതെ മോഹിച്ചു പോകുന്നുവെന്നും രൂപേഷ് പറയുന്നു. രൂപേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പിഴയ്ക്കുന്ന താളങ്ങൾ കണ്ടിട്ടും തുകില് കൊട്ടി പാടുന്നവർക്ക് അന്യരുടെ വേദനയ്ക്കും നിസ്സഹായതയ്ക്കും മറുമരുന്നാകാൻ പറ്റില്ലൊരിക്കലും. അന്യരുടെ വേദനയും നിസ്സഹായതയും നമ്മളുടേതെന്ന് ചിന്തിക്കുന്നവർക്ക് നല്ല മനുഷ്യരാകാനാവൂ. നല്ല മനുഷ്യർക്ക് നല്ല ഭരണാധികാരികളാകാനാകൂ. നല്ല ഭരണാധികാരികൾക്ക് നന്മ പറ്റാതെ നാടിനെ സ്നേഹിക്കാനാവൂ. പുകഴ്ത്തലുകളെ വെറുക്കുകയും ഇകഴ്ത്തലുകളെ തിരുത്തലിനുള്ള വഴിയായി കണ്ട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നവരുള്ളിടത്തെ നാട് നേർവഴിക്ക് നടക്കുകയുള്ളൂ. തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വിതറിയെറിയുന്ന ധാന്യമണികളിലോ പണക്കിഴികളിലോ കുരുങ്ങിക്കിടക്കുന്നവരല്ല സാധാരണക്കാർ. ജീവിത ചെലവുകൾ പാടെ കൂടി ജീവിക്കാനായി സാധാരണക്കാർ നെട്ടോട്ടം ഓടുമ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്താതെ ഇസ്രയേലും പാലസ്തീനും ട്രംപും പുട്ടിനും ജാതിയും മതവും തുടങ്ങി ലോകത്തെ സകലമാന വിഷയങ്ങളും ചർച്ച ചെയ്താൽ പ്രമാണിമാരുടെയും പ്രമുഖരുടെയും സാംസ്കാരിക നായകന്മാരുടെ മനസ്സ് നിറയുമെങ്കിലും സാധാരണക്കാരുടെ വയറ് നിറയില്ലെന്ന സത്യം ഇനിയെങ്കിലും നാം തിരിച്ചറിയണം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം അറിയിക്കാനുള്ള ആഘോഷത്തിനായി പൊടിച്ച കോടികൾ കൊണ്ട് വീടില്ലാത്ത കുറച്ചു പേർക്ക് വീട് വെച്ച് കൊടുത്തെങ്കിൽ എന്ന ഒരു വേള ചിന്തിക്കാത്ത ഒരു മനുഷ്യരും കാണില്ല ഈ കൊച്ചു കേരളത്തിൽ. വിലക്കയറ്റം കൊണ്ട് വിശപ്പടക്കാൻ പാടുപെടുന്നവരുടെ നികുതി പണം എടുത്തുള്ള ആഘോഷങ്ങൾക്ക് മഴവിലിന്റെ മനോഹാരിതയല്ല, മരണവീട്ടിലെ മരവിപ്പിന്റെ മുഖം മാത്രമായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും മറന്നുപോയിരിക്കുന്നു നമ്മൾ. ചുവപ്പുകൊടി പിടിച്ചതുകൊണ്ടോ ചുവന്ന വസ്ത്രം ധരിച്ചതുകൊണ്ടോ കയ്യൂരും കരിവെള്ളൂരും പുന്നപ്രയും വയലാറും കണ്ടനാളങ്ങളിൽ ഏറ്റുവിളിച്ചതുകൊണ്ടോ ആരും കമ്മ്യൂണിസ്റ്റ് ആകില്ല. നീതികേടിനെ ചെറുക്കാൻ ജീവത്യാഗം ചെയ്യുന്നവർക്കും വിശക്കുന്ന വയറിന്റെ വേദന തിരിച്ചറിയാൻ കഴിയുന്ന മനസ്സുള്ളവർക്കുമേ കമ്മ്യൂണിസ്റ്റ് ആകാനാകൂ. അറിവും എളിമയും ലാളിത്യവും നന്മയും സ്നേഹവും ഒരുമിച്ച് ചേർന്ന ഒരുപാട് പേരുടെ പദസ്പർശമേറ്റ് പ്രകാശമാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകാശ ഗോപുരങ്ങളിൽ അന്തിയുറങ്ങി അധികാരത്തിന്റെ ബീക്കൺ ലൈറ്റിട്ട് അകമ്പടിക്കാരെ കൂട്ടി കുതിച്ചു പായുന്ന മഹാരാജാക്കന്മാർ വാഴുന്ന രാജസദസ്സായി മാറുമ്പോൾ ഉയരുന്ന തേങ്ങലുകൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കാലം ഇനിയും കാത്തിരിക്കില്ല. അധികാരവും അംഗീകാരവും സാധാരണക്കാരെ സേവിക്കാനുള്ള ഒരു നിയോഗം മാത്രമാണ് തിരിച്ചറിയുന്നവരായിരിക്കണം നേതൃനിരയിൽ വരേണ്ടത്. പ്രമാണിമാരെയും പ്രമുഖരെയും ചേർത്ത് പിടിക്കുന്നവർക്ക് പ്രാമാണിത്യത്തിന്റെ ക്യാൻവാസിലെ ചിത്രങ്ങൾക്കേ നിറം നൽകാനാകൂ. പ്രമാണിമാരും പ്രമുഖരും ചുളിവ് വീഴാത്ത ഉടുപ്പമിട്ട് തുന്നിച്ചേർത്തതിൽ രൂപം കൊണ്ടതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സാധാരണക്കാരുടെ കണ്ണീരിലും വിയർപ്പിലും ത്യാഗത്തിലും രൂപം കൊണ്ടതാണത്. ഭരണത്തിലിരിക്കുമ്പോൾ ഭരണവൈകൃതങ്ങൾക്ക് പോലും ഹല്ലേലൂയ പാടുന്ന അണികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശാപം. നേട്ടങ്ങൾ പാടി നടക്കാനുള്ള പാട്ടുകാരായി മാറുന്ന അണികളാകുന്നതിന് പകരം കോട്ടങ്ങൾക്കെതിരെ കോട്ടുകെട്ടി പ്രതിഷേധിക്കുന്ന ഭരണപക്ഷത്തിലെ പ്രതിപക്ഷമായി ഓരോ കമ്മ്യൂണിസ്റ്റും മാറിയില്ലെങ്കിൽ ചക്രവാളത്തിലെ ചുവപ്പിനെ പോലെ അസ്തമയ സമയം കാത്തിരിക്കുന്ന ഒന്നായി മാറും നമ്മൾ. അധികാരമോ അംഗീകാരമോ നമ്മൾക്ക് വേണ്ട. തോൽവി ഭയപ്പെടുത്തുക അധികാരം കണ്ട് കമ്മ്യൂണിസ്റ്റ് ആയവരെ മാത്രമാണ്. തോൽവി നമ്മളെ ഒട്ടും തന്നെ ഇളക്കില്ല. പക്ഷേ തോൽവിയിലേക്കായി സ്വയം വെട്ടിയൊതുക്കിയ പാത എന്നും നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഭരണത്തിലേറാനായി കമ്മ്യൂണിസ്റ്റ് ആകുന്നവരല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ ആർക്കും വേണ്ട എന്ന് തിരിച്ചറിവുണ്ടെങ്കിലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറാനുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആകട്ടെ ഈ തോൽവിയെന്ന് വെറുതെ മോഹിച്ചു പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് പോലുള്ള സുപ്രധാന ഘടകങ്ങളിൽ അംഗമായിരുന്നുവെങ്കിലും സ്വന്തം അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും മോഹങ്ങളും വ്യക്തിപരമായി പ്രകടിപ്പിക്കുന്നതിന് ഒന്നും തടസ്സമല്ല എന്ന് ചിന്തിച്ച് തികച്ചും വ്യക്തിപരമായ ചിന്തകൾ പൊതുസമക്ഷം വെക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നത്.